എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ അതായത് PNC മേക്കിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 29-ാം തീയതി പ്രസിദ്ധീകരിക്കും. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് 29-ാം തീയതി അതായത് ഓഗസ്റ്റ് 29-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു സി BSc നഴ്സിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജോയിൻ ഓർ നോട്ട് ജോയിൻ സ്റ്റുഡൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ നേരെ ജോയിൻഡ് എന്നും നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടേത് നോൺ ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ വിദ്യാർത്ഥികളാണ് നോട്ട് ജോയിനിങ് ആയിട്ടുള്ളത്, ഓരോ കോളേജിലെയും ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എത്ര വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, എത്ര വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യാതെ ഉണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഇതുവഴി അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് അതായത് ഇവിടെ മുഴുവൻ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നോട്ട് ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ടുള്ളത്. ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ വളരെയധികം ചുരുക്കമാണുള്ളത്. അതായത് വളരെയധികം കുറഞ്ഞ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെ പല കോളേജിലും ജോയിൻ ചെയ്തതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ചില കോളേജിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണുള്ളത്. അതായത് ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ എത്ര വിദ്യാർത്ഥികളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോട്ട് ജോയിനിങ് ആയിട്ടുള്ളതും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് 29-ാം തീയതിയോടെ ആണ് പ്രസിദ്ധീകരിക്കുക. 29-ാം തീയതിയോടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതും ആണ്. താല്പര്യമുള്ള കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ചിലപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിർബന്ധമായിട്ട് ചിലപ്പോൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ സാധിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ പരിശോധിക്കേണ്ടത് ലോഗിൻ അലോട്ടഡ് യൂസേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് BSc നഴ്സിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ലോഗിൻ അലോട്ടഡ് യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ആ ഒരു റിസൾട്ട് വന്ന ശേഷം മാത്രമേ ആ ഒരു ലിങ്ക് വർക്ക് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 29-ാം തീയതിയോടെ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും അതുപോലെ പാസ്വേഡും നൽകി, അതായത് യൂസർ നെയിം എന്ന് പറയുന്നത് ഇമെയിൽ ഐ ഡിയാണ്, അതും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഓഗസ്റ്റ് 29-ാം തീയതിയോടെയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ 10,000 രൂപ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടച്ച് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരവും അതുപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.